അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരുടെയും വിശേഷം? അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായൊരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നെന്താ ബിസ്മോളെ നമ്മൾ പറയണേ? ഇന്നെന്ത് പറയണം? ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ജീവിതം ആകെ താളം തെറ്റിപ്പോകും, അവരുടെ കഴിവുകൾ നശിക്കും, അവർ ദേഷ്യക്കാരായി മാറും, മുൻകോപികളായി മാറും, നമ്മളെ ഇട്ട് പുറങ്കാല് കൊണ്ട് തട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകും. അപ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ നമ്മുടെ മക്കൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അവരോട് നമ്മൾ ചെയ്യാൻ പാടില്ല. പഠിക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന് വിശ്മോളെ? ഓക്കെ. ഒന്നാമത്തെ കാര്യം, മക്കൾ നല്ല വാശി പിടിച്ച് കരയുന്ന സമയത്ത് നമ്മൾ അവരോട് വൈകാരികമായി പ്രതികരിക്കരുത്. എങ്ങനെ? ഇപ്പോൾ മക്കൾ ദേഷ്യപ്പെടുന്ന സമയത്ത്, ഇപ്പോൾ ഫിസുമോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് വാപ്പി പറയണം, എന്താ പറയണേ? മിണ്ടാതിരിക്കും വിസു ഇല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ ഒന്നല്ലേ ഒന്നും ഉണ്ടായിരിക്കും, അങ്ങനെ ഇമോഷണലായി നമ്മൾ ആ സമയത്ത് കുട്ടികളോട് ഇടപെടരുത്. കാരണം അവരത് ചെവിക്കൊള്ളില്ല. അത് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെ ആയിരിക്കും. ഇപ്പോൾ നോക്കിയേ, ഫിസ്മോൾ കരയണ സമയത്ത് അബ്ബ പറയാണ്, വീട് ഫിസ്മോളല്ലേ എന്ന് പറഞ്ഞാൽ ഫിസ്മോൾ ഒന്നും കൂടെ ഒച്ചയിൽ കരയും അല്ലേ? കരയൂലടി, എല്ലാ ഉടായ്പോ കടയിലുണ്ട്. അപ്പോൾ പറയുന്നത് മനസ്സിലായി. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ ഇമോഷണലി അവരിങ്ങനെ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ നമ്മളും ഇമോഷണലായി അവരോട് ഇടപെടരുത്. ആ ദേഷ്യമൊക്കെ മാറി കുട്ടി ഹാപ്പി ആയി കഴിയുമ്പോൾ സ്നേഹത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെയല്ലേ ഫിസ്മോളെ വേണ്ടത്? നീ എവിടെ എന്തിരിക്കേ? അയാളുടെ പടം വരക്കണേന്ന്. വിസ്മോൾ ഭയങ്കര അടിപൊളി ഡ്രോയിങ് ഒക്കെ ഉണ്ട് കേട്ടോ വിസ്മോളുടെ. അതാ, ഒരു ബുക്ക് മേടിച്ചാൽ 2 ദിവസത്തേക്ക് ഞങ്ങൾക്കുള്ളൂ. ഒരു ബുക്കിൻ്റെ ഒരു സൈഡിൽ ഒരു പേന കൊണ്ടുവന്ന് വരച്ചാൽ പിന്നെ ആ പേജ് ഞങ്ങൾ തൊടൂല. അഞ്ഞായി വിസ്മോൾ കഴിഞ്ഞ ദിവസം സങ്കടപ്പെട്ടിരുന്ന എന്തിനാ, പിണങ്ങിയിരുന്ന എന്തിനാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്തിനായിരുന്നു? ഇത് ബുക്കല്ല കേട്ടോ, ഇവിടെ വരച്ചതിനെ ഇങ്ങനെ കൊത്തി വരച്ചത് ഈ സാധനം കണ്ടോ, അപ്പൊ ഇവിടെ പ്രസ് ചെയ്ത് പോവും. അത് പ്രസ് ചെയ്താൽ പോവും. ഓക്കെ. അപ്പോൾ ഫിസ്മോൾ എന്തിനാ പിണങ്ങിയത്? ടൊമാറ്റോ സോസ് കൊടുക്കാൻ ഫുൾ ടൈം സോസ് കഴിക്കലാണ്. ഞാൻ തരൂല, ഞാൻ തരൂല. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് കുട്ടികൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഇമോഷണലായി ഇടപെടരുത്. രണ്ടാമത്, കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. കുട്ടികളിങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മളോട് പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വാശി പ്രകടിപ്പിക്കുമ്പോൾ ശാരീരികമായി അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. അതായത് ഫിസ്മോളൊന്ന് ഒച്ചയിൽ കരഞ്ഞേടാ, കരയൂലേ? അപ്പോൾ ഫിസ്മോൾ ഇങ്ങനെ കരയണ സമയത്ത് ഇങ്ങനെ അവിടെ പിടിച്ചു നിർത്തുക. ഫിസ്മോനെ ദേഷ്യം, നമ്മുടെ ദേഷ്യം ഉള്ളിലുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാതെ ശാരീരികമായി പിടിച്ചു നിർത്തുക. അങ്ങനെ പിടിച്ചു നിർത്താൻ ഒരിക്കലും പാടില്ല. അത് അവരുടെ ദേഷ്യം ഇരട്ടിയാക്കുമെന്ന് മാത്രമല്ല, അവരൊരു റിബലായി മാറാൻ വരെ അതിലൂടെ സാധ്യതയുണ്ടെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയും. കാരണം നമ്മുടെ ക്ഷമ നശിച്ചിട്ട് ഇങ്ങനെ അവിടെ പിടിച്ചങ്ങോട്ട് നിർത്തുകയാണ്. അങ്ങനെ ഒരിക്കലും കുട്ടികൾ ഇപ്പം ഈ പ്രിയമുള്ള സഹോദരന്മാരെ, പിന്നെ പ്രിയമുള്ള ഈ ഉസ്താദെ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഉസ്താദിനോട് പോലും എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളൊരു സോങ് കേട്ടല്ലോ, മലയാളം മാപ്പിള പാട്ട്, ഉമ്മാൻ്റെ മടിത്തട്ടിൽ. ഇത് ഉമ്മാൻ്റെ മടിത്തട്ടിലല്ല, ഇത് ബാപ്പാൻ്റെ മടിത്തട്ടിലാണ്. അപ്പോൾ ഇവിടെ ഉസ്താദിന് പറയാനുള്ള അർഹത, ഏത് ഉസ്താദന്മാർക്കാണെങ്കിലും പറയാനുള്ള അർഹത നമുക്ക് ഇല്ല. എങ്കിലും നിങ്ങൾ അർഹത നമുക്ക് ഉണ്ടാക്കി തരുന്നത് കൊണ്ട് അതിനെ ഉപയോഗിച്ചേ പറ്റൂ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒന്ന് തന്ന ഒരു ഭാഗ്യമാണ് എന്ന് പറയാം, ഈ യൂട്യൂബ് എന്നുള്ള ഒരു സംവിധാനം. പണ്ടൊക്കെ ഉസ്താദന്മാർ എന്തെങ്കിലും ചെയ്താൽ പറയുമായിരുന്നു. പണ്ട് നമ്മൾ ചെറുപ്രായത്തിൽ നമ്മളെക്കാൾ മുതിർന്നവരെ കാണുമല്ലോ, അവരോട് സംസാരിക്കും, അവരുടെ അടുത്ത് പോകും ബഹുമാനത്തോടു കൂടെ. അപ്പോൾ അവർ സംസാരിക്കുന്നത്, ഉസ്താദന്മാർ എന്തെങ്കിലും ചെയ്താൽ അതും അവർ സംസാരിക്കും. എവിടെ സംസാരിക്കും? അവർ ഇരുന്നിടത്ത്, അതല്ലെങ്കിൽ അങ്ങാടിയിൽ, വീടുകളിൽ, അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോട് കൂടി ഇങ്ങനെ ചേർന്ന് അവർ പുറത്തു പോയി സംസാരിക്കും. ഉസ്താദന്മാരെ ആയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇതൊരു സംവിധാനമാണ്. അതിനെ നമ്മുടെ മനസ്സിലുള്ളത് പറഞ്ഞേ പറ്റൂ. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് മാത്രമാണ് അർഹത ഉള്ളത്,
മറ്റുള്ളവർ കേട്ട് ചുമ്മാ ഇരിക്കണം. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. നമ്മളെന്ത് സംസാരിച്ചാലും അപ്പോൾ നിങ്ങളുടെ മൈൻഡ് പോകുന്നത് എവിടേക്കാണ്? സലഫി, മുജാഹിദ്, തബ്ലീഗി, നിങ്ങളെ വർഗമല്ലാത്ത വർഗത്തിലേക്കാണ് പോകുന്നത്. അതൊന്നും കരുതിയിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങളെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ് പറയാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് കരുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ഉസ്താദിന് ഞാൻ പറയാനുള്ളത്, കുട്ടികളെ വെച്ച് നമ്മൾ കളിക്കാൻ പാടില്ല. അവർ ശീലിച്ചു പോകും. നിങ്ങളുടെ മടിത്തട്ടിലുള്ള കുട്ടിയുണ്ടല്ലോ, ആ പെൺകുഞ്ഞിയാണ്, പെണ്ണാകട്ടെ ആണാകട്ടെ, അവർ ശീലിച്ചു കഴിഞ്ഞാൽ, ഈ യൂട്യൂബിൽ വന്ന് അവർ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതാകുമ്പോൾ അവർ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നൊന്നുമില്ല. എൻ്റെ മകളല്ലേ, ഞാൻ അവളെ മാറി നിർത്തിക്കൊള്ളാം എന്ന് പറയുന്ന കാലവും പോയി. അതല്ല ഇപ്പോൾ 15 വയസ്സ് കഴിഞ്ഞ 15 വരെ കഷ്ടമാണ്. അതിൻ്റെ ശേഷം നമുക്കവരെ പിടിച്ചു കെട്ടാൻ കിട്ടുകയില്ല, ഉറപ്പായും കിട്ടുകയില്ല. അത് ഉസ്താദാകട്ടെ, ഖാദിയാരുടെ മകളാകട്ടെ, ആരുമാകട്ടെ, നമ്മുടെ നിയന്ത്രണത്തിലില്ല. നമ്മുടെ ആയുസ് പോലും നമുക്കറിയില്ല. നമ്മളെ മക്കളെ നമ്മൾ നിയന്ത്രിക്കുമെന്നുള്ള ഒരു വിശ്വാസവുമില്ല. നമുക്കത്ര ആയുസ് ഉണ്ടുമെന്നും നമുക്ക് വിശ്വാസമില്ല, കരുതാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഏത് ശീലിപ്പിക്കണം അത് മാത്രം ശീലിപ്പിക്കണം എന്നല്ലാതെ യൂട്യൂബിൽ നിങ്ങൾ ഇതിനെ പറയുമ്പോഴും ഇതിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചെയ്തോളൂ, അതിന് നമ്മൾ ആക്ഷേപിക്കുന്നില്ല. ആ കുട്ടികളെ ഇരുത്തി ചെയ്യുന്നത് ശരിയല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ ഉസ്താദെ, ആ പാണ്ടിക്കാടും ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരും ചെയ്യുന്ന വീഡിയോകളും ഇതിനെപ്പറ്റി ഒരുപാട് വിമർശനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറികളും, ഉമ്മ മരിച്ചപ്പോൾ അവന് ഉസ്താദന്മാരെ പറഞ്ഞത് കൊണ്ടാണ് അവനക്ക് കിട്ടിയത് എന്നുള്ള അർത്ഥത്തിലുള്ള വീഡിയോകളും ഒരുപാട് കണ്ടതാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾ വരുന്നത് നിങ്ങൾ തന്നെ വിലക്കുന്നു, നിങ്ങൾ തന്നെ അത് പാടില്ല എന്ന് പറയുന്നു. അത് ശരിയുമാണ്. എങ്കിലും നിങ്ങൾ ചെയ്യുന്നത് പെൺകുട്ടിയെ ഇരുത്തി ചെയ്യുന്നത് ഇത് ഒട്ടും ശരിയല്ല. ഇതിനെ ഒട്ടും ശരിയല്ല എന്ന് പറയാൻ എന്തിനാണ് ഭയക്കുന്നത്? ഒട്ടും ശരിയല്ല തന്നെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഭയപ്പെട്ട് പറയുന്നതല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നു എന്ന് പോലും നിങ്ങൾ കരുതണം. പണ്ടൊക്കെ നിങ്ങൾ സ്റ്റേജിലും നമ്മൾ താഴെയും നിങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനെ നമ്മളും വീക്ഷിച്ച് പറയാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ ഇതിന് ഇറങ്ങിയിട്ടുണ്ട്, പുരോഗമനമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പെണ്ണുകെട്ടുകൾ പോലും നിർത്തിയിട്ടുണ്ട്. നമ്മൾ 1, 2, 3 കെട്ടുന്നില്ല, തലാക്ക് ചെയ്ത് അതെല്ലാം നിർത്തിയിട്ടുണ്ട്. അതുപോലെയുള്ള നിങ്ങളുടെ മക്കളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ തടയുന്നു എന്ന് കരുതിയാൽ മതി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.